പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കിൽ കാണണം കടി ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്. വട്ടത്തില് കൂടുവാൻ അവിടെടവുമുണ്ടൊരുപാട്. തേക്കിൻകാട് തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കിൽ കൂടണം കടി ശിവപേരൂര്. ഞാനും പോരാ ശിവപേരു പൂരം കാണാൻ. കാവേ നീയും പോര് ശിവപേരു പൂരം കാണാൻ. പുത്തൻപള്ളി ഓത്തുപള്ളി പിന്നമ്പലങ്ങള് കാവ്. 10,000-10,000 വന്നു പോകും പട്ടണം ജോറ്. പാട്ടുകളി നാടകം നല്ല അസൽ വായനശാല. ആനമയിലൊട്ടകം കളിയാടണ മൃഗശാല. ആനക്കമ്പം കമ്പക്കെട്ടിലും കമ്പമുള്ളവരേറെ. ചങ്കിടിപ്പിന്റെ ഒച്ചയുത്സവ ചെണ്ട കൊട്ടണ പോലെ. എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി വേറെ. പോകണമെങ്കിൽ പോകണം ഗടി ശിവപേരൂര്. ഞാനും പോരാ ശിവപേരു പൂരം കാണാൻ. കാന്തേ നീയും പോര് ശിവപേരു പൂരം കാണാൻ. ഞാനും പോരാ ശിവപേരു പൂരം കാണാൻ. കാന്തേ നീയും പോര്
നമസ്കാരം ന്യൂയോർക്ക്. നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ, നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്ന, നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന മലയാള സിനിമയിലെ താരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. Please receive them with all your love, New York. And let me present the upcoming sensation, acting, producing, you name it, you have it all. None other than Joju George. Who do you want next? She's a sensation in singing. നിങ്ങൾ ഒരുപാട് ഗാനങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ആ ഗായിക നമ്മളോടൊപ്പം എത്തുന്നു, ദിവ്യ എസ് മേനൻ. Let's welcome the director of ABCD, Best Actor, and your own Charlie Martin Prakad, everybody. When he creates music, it's magic. None other than Gopi Sundar. Let's welcome our heroine of the day. You know,
Tessa, Kanjana, you name it. There's only one name. Yeah, you call her out. Parvati. Okay, we have one more person to call right now. Do you want to shout out the name or should I shout out the name? That's not good. This is New York, the city that never sleeps, city that makes it happen. So, on my count of 3, we all are going to call out his name. Ready? 1, 2, 3, call! That's it, Dulquer Salmaan! New York, behold the prince of Malayalam cinema, Dulquer Salmaan. So are we ready to start? We'll start with a dance. A lovely dance. It's so well choreographed. യാതൊരു പേടിയും വേണ്ട, ഏറ്റവും നല്ലൊരു ഡാൻസറുമാണ് വരാൻ പോകുന്നത്. Singer, dancer, actress, all you name it in one package. Absolutely, Ramya Nambishan on stage. New York, show her your love. Sare ga re ga re ga re sa dha sare ga pa da sare ga re sa da pa ga re sa dha sa. Sada palaya sarasakshi, sada palaya sarasakshi, samana rahita, samana rahita, mohanangi sada palaya sarasakshi, samana rahita, samana rahita, mohanangi sare ga re ga pa da sare ga re sa da pa ga re sa dha. Sudha madhura vak vilasini, Sudha madhura vak vilasini, Sudha madhura vak vilasini, Sudha madhura vak vilasini, Suchana mojani suvasini, Suchana mojani suvasini. Sada palaya sarasakshi, sada palaya sarasakshi, sada palaya sarasakshi. Sare ga re ga pa da sare ga re sa da pa ga re sa dha. നമ്മുടെ നാഫയുടെ first season is happening here, and the first award is going to happen. First award നടക്കാൻ പോകുന്നത്
അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഒരു കോ ഹോസ്റ്റിനെ വിളിക്കാനുണ്ട്. ന്യൂയോർക്ക്, ഷോ യുവർ ലവ് ഫോർ ആർദ്ര ബാലചന്ദ്രൻ. പ്ലീസ് ആർദ്ര, കം ഹിയർ. ഫ്ലവേഴ്സ് ടിവിയുടെ ഹോസ്റ്റ് തന്നെയാണ് ആർദ്രയും. ആർദ്ര, താങ്ക് യു മിഥുൻ. ഓക്കെ. ഹലോ ന്യൂയോർക്ക്. മിഥുന് നല്ല കൈയടി കൊടുത്തായിരുന്നല്ലോ, എനിക്ക് എന്താ കിട്ടാതെ? പക്ഷഭേദം പാടില്ല ന്യൂയോർക്ക്. താങ്ക് യു. കണ്ട, ഇതാണ് ചോദിച്ചു വാങ്ങിച്ചാലേ കിട്ടും. യെസ്, സോ മിഥുൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് അവാർഡ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് മ്യൂസിക് ഇസ് ദ ബെസ്റ്റ് വേ ടു ബിഗിൻ. ഡോണ്ട് യു ഓൾ അഗ്രി? So the first category is definitely best male singer. Now I get it. Yeah. This is why Vijay didn't come out in the first place, I believe. Yes. All right. So we should say ആരാണ് അവാർഡ് കൊടുക്കാൻ പോകുന്ന രണ്ടുപേരെന്ന് ആദ്യം വിളിക്കാം. എന്നിട്ട് നമുക്ക് ആർക്കാണ് അവാർഡ് എന്നുള്ളത് അനൗൺസ് ചെയ്യാം. ഓക്കെ? ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല ആർക്കാണെന്നുള്ളത്. രണ്ടുപേരില്ല മിഥുൻ. There's only one gentleman coming. Very special person, Mr. Philip Chalathil. All right. The winner of the award. On my count of 3, we shout out the name together. 1, 2, 3. Say! The singing legend, Vijay Yesudas. Then you want to hear Vijay singing? But before that, we are going to hear him talk. Vijay, what do you have to say to New York? New York! It's good to be back here, especially for an awards like this, NAFA, which is happening here for the first time. You guys have some pretty wonderful, popular heartthrobs over here sitting in front of you. Such good friends of mine that we're all actually having a good time, you know. Last night to now has been kind of sleepless, but we somehow made it in front of you here. So ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ എത്താൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട്. So I thank the entire organizers, Dr. Freemu, and everybody who's involved here for bringing us here and getting us in front of you again. So let's have a good time. Thank you so much for the award, especially മലരെ എന്നുള്ളൊരു സോങ് കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാവരും അത്രയും അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം എല്ലാം കൊണ്ടും അത് became such a huge hit, and I thank you from the bottom of my heart. Thank you so much, and the entire team of Premam as well. Isn't this your second home kind of thing? I mean, America? America, yeah. I mean, I was in Florida. Born and brought up here? Not born, definitely not born. Brought up here. I came into high school and then college and then went back. So In our part of town, it's called bringing up here. bringing up, yes. Partially. Anyway, thank you. ഹേമന്തമൻ കൈക്കുമ്പിളി തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്ക് പോലെ അതിലോലം അനുരാഗം തേന്മാരിയാ
മൊഴിയിഴ തുന്നിയേകവേ എന്നും ഈ വഴി കനവൊരു കാത്തിരുന്നു ഞാൻ എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളായി ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാം ഓമൽ പൂവേ ആ ഹേമന്തമെൻ കൈക്കുമ്പിളി തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റ് പോ എന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്ക് പോലെ അതിലോലം അനുരാഗം തേന്മാരിയാ You guys have heard this song, right? മലരേ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിൻ നനയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുനീറൻ കാറ്റും ഉലകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിനകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം പാടട്ടെ അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ ഓ Don't these three musicians sound like
an entire orchestra is playing. Vasant on the keyboards. All the way from Kerala, Alappuzhakaran nammude sondam Josie Chetan on the flute and the saxophone. And ഇവിടുത്തെ ഒരാളെ പോലെ ഇരിക്കും, പക്ഷേ ആ ഗെറ്റപ്പിൽ മാത്രമുള്ളതൊക്കെ. He rocks with everything that he touches. Tabla, dhol and the drums. Jomi! All right, come on New York, put your hands together. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല തേൻമണ്ടുന അലരേ തേൻമണ്ടുന. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായി മണ്ടുന അലരേ മണ്ടുന. All right, let's see this New York audience. Can I have the house lights, please? Hi, hi, hi. All right, let's see here. Hi. ആദരം അമൃത ജലശേഖരം നയന ശിശിര ശിശിരാമൃതം. ചെറുമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ. പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം. ഒന്ന് ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല തേൻമണ്ടുന അലരേ തേൻമണ്ടുന. കളഭ നദികളുതിരുന്നതോ കനകനുദികളുതിരുന്നതോ കനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരു പൂഞ്ചുരുൾ ചായൽ. എന്തൊരുന്മാദം എന്തൊരാവേശം. തേൻമണ്ടുന നനയും തേൻമണ്ടുന. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല തേൻമണ്ടുന അലരേ You wanna live my life for you, baby. Come on and tell me that you feel
Confident Group North American Film Awards presented by 3D Entertainment, powered by Media Connect and Hedge Events. നമുക്ക് ഇത് ഇവിടെ സാധ്യമാക്കി തന്ന സ്പോൺസേഴ്സ് ഉണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനോട് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 3D ഇവൻസിനോട് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഇവിടെ നമ്മളെ സഹായിക്കുന്ന സ്പോൺസേഴ്സിൽ ഒരു സ്പോൺസറിൻ്റെ ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം $25 നൽകി സ്പോൺസർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. KA, അത് ഞാൻ എന്തോന്നു, KA. ஸ்டேஜ் ஷோகளிலொക്കെ இந்த மாதிரி பாட்டு கேட்டு கோட்டு கேட்டு ஆர்டிஸ்டுகளை ஸ்பான்சர் கூப்பிட்ட உடனே குனிஞ்சு சொல்லுங்க சும்மா அப்படி வந்து நிப்பானே அந்த மாதிரி ஸ்பான்சர் நினைச்சியா സ്പോൺസറാടാ അയ്യേ സ്പോൺസറാണോ? അല്ല അതന്നെ നിനക്ക് സ്പോൺസർ എന്ന് പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം അയ്യേ 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 അതെന്നെ സ്പോൺസറാണോ? നിനക്കൊക്കെ മദ്രാസിൽ പോയി വിസ എടുക്കാനുള്ള പൈസയും ഇന്ന് തിന്ന ചോറിന്റെ പൈസ ഉൾപ്പെടെ മേടിച്ചു തന്ന ആളാ ഞാൻ. എന്നെ കേൾക്കുമ്പോഴാണ് അയ്യേ അയ്യേ എന്നൊരു സാധനം വരുന്നത്. അങ്ങനെയല്ല, നമ്മുടെ സ്പോൺസർ ഇവിടെ ഇരുമുണ്ട്, ഡോക്ടർ ഫ്രീമോ. അതാണ് നിങ്ങൾ ആ സ്പോൺസർ അല്ലല്ലോ, ഡോക്ടർ ഫ്രീമോ ആണ് നമ്മുടെ സ്പോൺസർ. ഫ്രീമോ ഡോക്ടർ ബെസ്റ്റ് പാർട്ടിയാ. നാളെ പേരിൽ മാത്രമേ ഫ്രീ എന്നുള്ളൂ, ഒന്ന് ചികിത്സിക്കാൻ ചെല്ലണം. എന്തോരം ഡോളറാണ് മേടിക്കുന്നതെന്ന് അറിയാമോ? മലയാളിയാന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെയാണ് എൻ്റെ ഇന്ന് പുള്ളി പൈസ മേടിക്കുന്നത്. പുള്ളി ഈ കിഡ്നിയുടെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. എനിക്കാണെങ്കിൽ സ്റ്റോണിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്തത് കാണിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഡോളറിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചികിത്സിക്കുന്നില്ല പോവുക എന്ന് പറഞ്ഞ്. അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ ഏട്ടാ, സ്റ്റോൺ അല്ലേ എടുക്കണ്ടേ? നാട്ടിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ വേണ്ടി 3 ലോഡ് കല്ലിറക്കിയിട്ട് അത്രയും പൈസ ആയില്ല. പിന്നെ ഇച്ചിരി ഇല്ലാത്ത ഈ കല്ലിൻ്റെ പൈസയ്ക്ക് പുള്ളിക്ക് ഇത്രയും പൈസ കൊടുക്കണം. ഞാൻ അപ്പം തന്നെ ആ കേസ് കേട്ട് വേണ്ടാന്ന് വെച്ചു. ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കുകയല്ലെന്ന് വെച്ചു. അതുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. അത് ശരി. ചേട്ടന് ഇപ്പം എന്താ ആവശ്യം? ഇന്ന് പൊന്നാടയുടെ കാര്യം ഓർക്കണം. പിന്നെ ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്ത് ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കയറി വന്നാന്നുള്ള പറഞ്ഞ. അപ്പോൾ ഒരു 2 വാക്ക് സംസാരിക്കണമായിരുന്നു ഇവരുമായിട്ട്, പ്രേക്ഷകരുമായിട്ട്. ഗോ ഓൺ, സംസാരിച്ചോളൂ. ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ദാമോദരൻ ആൻഡ് ഇവിടെ പുള്ളി ഇവിടെ ഉള്ള പുള്ളിയാണ്, കണ്ട മനസ്സിലാവും. ആൻഡ് മൈ ലവിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് ചേർത്ത് ഈ ആണുങ്ങളോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സ്ത്രീ വിഷയത്തിലാണ് നമുക്കൊരു ഇച്ചിരി താല്പര്യം സെറ്റപ്പ് ഒക്കെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭാര്യ കേട്ട എന്ത് പറയും? എൻ്റെ ഭാര്യ ഷോയ്ക്ക് വരൂല. എന്റെ ഭാര്യ മലയാളം ഷോ എന്ന് പറഞ്ഞാൽ വരൂല, എനിക്ക് ഉറപ്പ് അവള് വരൂല, അതുകൊണ്ടാണ് പറഞ്ഞത്. ചേട്ടാ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുന്ന ഷോയിന് വരത്തില്ലെന്നാണോ? അവള് വരൂലെന്നാ പറയുന്നത്. ആരാ ഞാൻ വരികയല്ല. ചേട്ടാ ദുൽഖർ സൽമാൻ വന്നിരിക്കുന്ന ഷോ, ആ ഷോയിന് വരത്തില്ലേ? മമ്മൂക്ക വരൂന്ന് പറഞ്ഞാൽ അവള് വരത്തില്ല. അതാണ് എൻ്റെ ഭാര്യയുടെ സെറ്റപ്പ്. അത്രയ്ക്ക് അഹങ്കാരമുള്ള ആളാണ് ഷോയിന് വരുന്നത്. അഹങ്കാരമല്ല, എൻ്റെ ഭാര്യ ഒരു മദാമയാ. അതിന് ഈ മലയാളം ഷോ കൊണ്ട് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അതിനൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ടല്ലേ കൊണ്ടുവരാത്തത്. ഓ വൈറ്റ് ആണല്ലേ? വയറ്റിലായിട്ടില്ല, 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നുള്ളത്. പക്ഷെ അതല്ല വെള്ളക്കാരി. വെള്ളം ക്രിസ്മസിൻ്റെ അന്ന് ന്യൂ ഇയറിൻ്റെ അന്നും അടിക്കും, ബാക്കിയുള്ള ദിവസം പച്ചക്കിരിക്കും. അങ്ങനെ ഒരു അടി മാത്രമുള്ള അവള്. അതല്ല മദാമയെന്നല്ല ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതായത് ഒരു 7-8 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഒരു ഗാനമേളയുടെ കൂടത്തിൽ വന്നതാണ്, ഇവനെ പോലെ തബല വായിക്കാൻ. 10 തബലയായിട്ട് വന്നു. തിരിച്ച് തബല മാത്രമേ പോയുള്ളൂ. ഞാൻ ഇവിടെ അങ്ങോട്ട് നിന്നു, സെറ്റപ്പായിട്ട് താമസിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിസയും കാര്യങ്ങളൊന്നും കിട്ടാത്തപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു മദാമയെ കല്യാണം കഴിച്ചാൽ മതി, വിസ ശരിയാവും, അത് കഴിഞ്ഞ് ഇച്ചിരി കാശ് കൊടുത്താൽ പുള്ളിക്കാർ ഡൈവേഴ്സായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. എൻ്റെ അളിയാ കല്യാണം കഴിച്ച് ഇപ്പോൾ 5 വർഷമായിട്ട് എന്ത് ചെയ്താലും ഇവിടെ ഡൈവേഴ്സ് ചെയ്തില്ലെന്ന് തന്നെ. ചേട്ടാ അത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാ ഒരാളെ ഡൈവേഴ്സ് ചെയ്ത് പോകാത്ത? അത്രയ്ക്ക് സ്നേഹം സ്നേഹമുള്ളതുകൊണ്ടൊന്നും അല്ല. അവള് ചെറുപ്പത്തിൽ ഓമനിച്ച് വളർത്തിയ പട്ടിയുടെ പേരാ എനിക്ക്, കൈസർ. അതിന്റെ പേരില്ല പുള്ളിക്കാരി ഒരു സ്നേഹിതര്. അപ്പൊ അതാണ് KA എന്ന് എഴുതിയിട്ട് ഞാൻ കുരുകുരാന്ന് വായിച്ചിടും. ആൾക്കാർ ഓർക്കും കബാലിയാന്ന്, ശരിക്കും പേര് കൈസർ എന്നാണ്. ചെറിയ നാണക്കേടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് തീരെ പറയാതെ നിൽക്കുന്ന ആ സന്ദർഭങ്ങളിൽ. അപ്പൊ പട്ടിയാവുമോ? അല്ലേ? പട്ടിയായിട്ട് ചെറിയ സാധനം. എനിക്കാണെങ്കിൽ പട്ടി എന്ന് പറഞ്ഞാൽ കേൾക്കണം തന്നെ കല്യാ. എൻ്റെ അച്ഛൻ മരിച്ചത് പട്ടി കടിച്ചിട്ടില്ലേ? അയ്യോ സോറി ഒന്നും പറയണ്ട. അന്ന് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചതാ വീട്ടിൽ. പുള്ളി പട്ടി അടിച്ച് മരിച്ചതിന്റെ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും 2-3 ദിവസം ആ സമയങ്ങളിൽ. അതെന്താ ചേട്ടാ ഒരു അശ്രദ്ധയാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടി കടിച്ചാൽ ആകെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, പൊക്കിളിന് ചുറ്റും ഒരു 14 ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ശ്രദ്ധയുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല.
പട്ടി വന്നിട്ട് അച്ഛൻ്റെ പൊക്കിളും കടിച്ചെടുത്തോണ്ടാണ് പോയത്. പിന്നെ നമ്മൾ എവിടെ കൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാനാണ്? ഹോസ്പിറ്റലിൽ ചെന്ന് സൂചിയായിട്ട് നോക്കിയിട്ട് പൊക്കിളെ നോക്കിയപ്പം തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ കൈ കൂടെ തുളയിടൂലേ, അതുപോലെ ഇരിക്കുക പൊക്കിള്. അവസാനം മുഴുവൻ ഇഞ്ചക്ഷൻ ചെയ്ത് എംബ്രോയിഡറി വർക്കും ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം അച്ഛൻ്റെ പൊക്കിള് സൂര്യകാന്തി പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുക. ആ പ്രദേശത്ത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, പിന്നെ എനിക്ക് അങ്ങോട്ട് നോക്കാനായിട്ടേ പറ്റിയില്ല. അത്ര അപകടത്തിൽ നിൽക്കുക അച്ഛൻ്റെ കാര്യം. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളാരൊക്കെ വന്നിട്ടുണ്ട് വേറെ? കണ്ടില്ലേ പാർവതി? ഹലോ പാർവതി, എന്തൊക്കെയുണ്ട് വിശേഷം? ജയറാമിനൊക്കെ സുഖം തന്നെ? അയ്യേ, ആ പാർവതി അല്ല. പിന്നെ ആരെ? ശിവന്റെ പാർവതിയാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ഇത് ടെസ്സാ. ഞാൻ പടം കണ്ടില്ല, പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് പടം കണ്ടിട്ട് പറഞ്ഞു ഈ കുട്ടി ഒരു സിനിമ മുഴുവൻ ബാർലി അന്വേഷിച്ച് നടക്കുന്ന കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ബാർലി അല്ല, ചാർലി. ചാർലി, ആ പടം തന്നെ കണ്ടു. അതിനു മുമ്പ് ഈ ദുൽഖറിന്റെ ഒരു പടം ഇറങ്ങിയല്ലോ, ABCD. അത് ഞാൻ ഇവിടെ കണ്ടു. നാട്ടിൽ AB ഇറങ്ങിയപ്പോൾ തന്നെ CD ഇവിടെ ഇറങ്ങി. അതുകൊണ്ട് പിന്നെ അത് പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റി. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, എളുപ്പത്തിൽ കാണാൻ പറ്റും ഇന്റർനെറ്റിൽ കൂടെ. അതായിരുന്നു പരിപാടികൾ. പിന്നെ ഈ ഇരിക്കുന്ന പുള്ളിനെ എനിക്കറിയാം, മാർട്ടിൻ പുറകോട്ട് സംവിധായകൻ. പുള്ളിനെ പരിചയമുണ്ട്. പുറകോട്ടല്ല, പ്രഖാട്ട്. ആരായാലും എല്ലാവരുമായിട്ടും നമുക്ക് നല്ല പരിചയമുണ്ട്. എൻ്റെ പൊന്നാടയുടെ കാര്യം ഒന്ന് പരിഗണിച്ച് വെച്ചേക്കണം. അത് ഉറപ്പായിട്ടും. പറയുന്ന വെച്ചാൽ നമ്മൾ DQനെ എപ്പോഴെങ്കിലും സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സ്നേഹത്തോടെ ദുൽഖറിനെ വിളിക്കുന്നത്, ദുൽഖർ സൽമാൻ എന്നുള്ളത് DQ എന്നാണ് വിളിക്കുന്നത്. ഷോർട്ട് ഫോം ആക്കി ആൾക്കാരെയൊക്കെ വിളിക്കുമോ? പിന്നെ അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. ഓക്കെ, സമ്മതിച്ചു. ഇപ്പം ഒറിജിനലി ബോൺ ഇൻ ആഫ്രിക്ക ടു മാനേജ് അമേരിക്ക, ഒബാമ, അത് നമുക്ക് സമ്മതിച്ചു. രാജ്യത്തിൻ്റെ കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ഷോർട്ട് ഫോം ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒബാമ അമേരിക്കയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ്. അപ്പോൾ അമേരിക്കയുടെ പ്രധാനമന്ത്രി ആരാ? അമേരിക്കയുടെ പ്രധാനമന്ത്രി. അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി ഇല്ല. അല്ലെങ്കിൽ ശരി, അമേരിക്കയ്ക്ക് എന്തിനാ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 365 ദിവസം ഇവിടെ ഉണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് വേറൊരു പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. അതെ, പുള്ളി വെറുതെ വരുന്നതല്ല, ഇവിടെ ഒരുപാട് സുപ്രധാന കരാറുകൾ ഒപ്പിടാൻ വരുന്ന. ഒപ്പിട്ട് ഇനി ഒബാമയുടെ മോന്റെ പ്രോഗ്രസ് കാർഡും കൂടി ഒപ്പിടാനുള്ളൂ പറഞ്ഞു. ബാക്കി മുഴുവൻ ഒപ്പിട്ടിട്ടാണ് പ്രധാനമന്ത്രി അതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അഥവാ ദുൽഖർ സൽമാൻ ഷോർട്ട് ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ DQ എന്നല്ലല്ലോ, DS എന്നല്ലോ ഉണ്ടാക്കേണ്ടത്. ദുൽഖർ സൽമാൻ DS, അതല്ലേ അതിൻ്റെ ഒരു ന്യായം? അല്ല, അത് നമ്മൾ പലതവണ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ Q എന്ന അക്ഷരം വരുന്ന പേരുള്ള ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഒരു പ്രോമിനൻസിൽ DQ എന്നിട്ടത്. ഒരു പ്രോമിനൻസ് Qയ്ക്ക് ഉണ്ട്, പക്ഷെ Q ഉള്ള നടന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. Q ഉള്ള ഏത് നടനെ നിങ്ങൾക്ക് അറിയില്ല? അറിയോ Q ഉള്ള ഏതെങ്കിലും ഒരു നടനെ? എനിക്കറിയാം. Q എന്ന പേര്, Q എന്നുള്ള അക്ഷര ഇടയിൽ വരുന്ന ഒരു നടനും മലയാളത്തിൽ ഇല്ല. പേര് പറഞ്ഞു തരട്ടെ? പറ. തിക്കുറിശി. പുള്ളിയുടെ പേര് Q അല്ലേ? തിക്കുറിശി. അപ്പം മറ്റേ പൊന്നാടയുടെ കാര്യം ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകോളാം. ഓക്കെ, ഞാൻ എന്തായിരുന്നാലും DQ അല്ല, ദുൽഖർ സൽമാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു നോക്കാം. അപ്പൊ സമ്മതിക്കാണ് ചേട്ടാ, കേട്ടോ, പൊന്നാട അണിയിച്ചിട്ട് പോയിക്കോ. എന്താ ഞാൻ ചോദിച്ചു നോക്കാം. $25 ഒരു വിലയില്ലേ? ചേട്ടൻ ഇട്ടോ, ദുൽഖർ സൽമാൻ എനിക്ക് പൊന്നാട ഇടണം, അതിനുവേണ്ടി $25 തന്നേക്കുന്നത് കേട്ടോ. Ladies and gentlemen, impromptu comedy, only one person. The name is Ramesh Pisharadi. Let's go to the next set of awards. Go on. രമേഷ് പിഷാരടി ആ ഒരു നർമ്മത്തിന്റെ സ്റ്റേജ് അങ്ങ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി ലെവലിൽ ബി മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് മ്യൂസിക് അവാർഡ്, ആൻഡ് ദിസ് ഈസ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ. Can I have the person who's going to give away the award on stage? Absolutely. നമ്മുടെ ഇന്നത്തെ ഈ അവാർഡ് നൽകുന്നത് ഒരു കലാകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, അതിലൊക്കെ ഉപരി പബ്ലിക് ട്രസ്റ്റ് റിയാലിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ശ്രീ അനിയൻ ജോർജ്. For the best female playback singer, ladies and gentlemen, put your hands together and welcome Divya S. Menon. Hello everyone in New York. Can I have that a little louder? Okay. NAFA Awards ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നടക്കുന്നത്, and this is my first time in US, so this is really special for me, and I'm really very happy to be standing here to be receiving this award, and special thanks to my mentor ഗോപി ചേട്ടൻ. ഗോപി ചേട്ടനാണ് എൻ്റെ മ്യൂസിക് കരിയറിൽ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ തന്നിട്ടുള്ളത്.
and especially Mangalyam is very, very special for me, and Charlie is extra special for me. And thank you, Joju Cheta and Martin Cheta, for making me part of this beautiful movie. And I see all the special people right in front of me. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. കിഴക്ക് പൂക്കും ഒരുക്കിനെന്തൊരു ചുകച്ചുകപ്പാണി, പുതുക്ക പെണ്ണിൻ്റെ വിളിനെന്തൊരു തുടുതുടുപ്പാണി, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ. കൽവിലെത്തി
കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നത് ആരാന്നേ തീയാടാൻ നിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാ ചെമ്പകൈറാണിമാല നിറനിറയാലെ അകിലടി ചെണ്ടയും പൂങ്കുറുങ്കുഴലിൽ താളമയല്ലോ വളകിലുക്കി തളകിലുക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനകകതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ കുമിര കുമിര കുടികൊട്ടിന തകിട തകിട തകടി തര 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 ഇളക്കി തല ഇളക്കി മുടിയാട്ടി ഉയിരിനുയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നത് ആരാന്നേ തീയാടാൻ നിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നത് ഓനാന്ന് നിറന്നേ നിറന്നേ മുട്ടിരുന്നതവനാന്നേ ഓക്കേ ഒത്തുപിടിച്ചേ എത്തുപിടിച്ചേ വീട്ടി വലിച്ചേ അഞ്ഞു വലിച്ചേ പൊന്നാരൻ പാടത്തും ഉത്സവമേളം നമ്മള് തുടുകൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ തട്ടുടുത്തു ഞൊറിയെടുത്തു കുറിയിട്ടോര് ഒന്നു വട്ടമിട്ട് കൈകൊട്ടി പൂപ്പൊലി പാടും കുമിര കുമിര കുടികൊട്ടിന തകിട തകിട തകടി കണ തെരുത് തെരുത് വിള വിളക്കി മറ 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 കൊണ്ട് ഉയിരിനുയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നത് ആരാന്നേ തീയാടാൻ നിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നത് ഓനാന്ന് നിറന്നേ നിറന്നേ ഉണ്ടിരുവന്നതാനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വില്ലായണ മണ്ണാന്ന് മണ്ണാന്ന് പോയോരും വന്നവരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാട്ട് നിറപറയറതിറയേ തന്താനോ 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 താങ്ക് യു സോ മച്ച് താങ്ക് യു തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടട്ടെ വെടിക്കെട്ട് പൊട്ടുന്ന പോലെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കട്ടെ അത് തന്നെ കേരളത്തിലേക്ക് വരാം. പരശുരാമൻ മഴ പറഞ്ഞ് വീണ്ടെടുത്ത മനോഹരമായ കേരളം എന്ന പരശുരാമൻ മഴ പറഞ്ഞ് അബദ്ധമായ കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഭർത്താക്കന്മാർക്ക് സഞ്ചരിക്കാൻ സ്വന്തം വൈഫ് കൂടെ വേണമെന്നില്ല, വൈഫൈ ആയാലും മതി. അതുപോലെ കുട്ടികൾക്ക് കുടിക്കുവാനായിട്ട് ഇന്ന് സെവനപ്പിൻ്റെ ആവശ്യമില്ല, കളിക്കുവാൻ വാട്സപ്പ് മതി. അതുപോലെ നമുക്ക് പാസ്ബുക്കിൽ 10 രൂപയിലും ഫേസ്ബുക്കിൽ 10 ഫ്രണ്ട്സ് മതി. അച്ഛൻ്റെ ബാഹുബലിക്ക് പോലും പോകാത്ത രാജമാരുടെ ബാഹുബലി 10 പ്രാവശ്യമാണ് കാണുന്നത്. പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ ചേട്ടാ ഒരു ചായ എടുക്കട്ടെ, ഇന്നതൊക്കെ മാറി ഒരു സെൽഫി എടുക്കട്ടെ എന്നായി. ചാറ്റമഴ നിറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചന്ദനമഴ സീരിയലിൻ്റെ ബഹളമാണ്. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ അടുത്ത് ഇച്ചിരി വെള്ളം എടുക്കാമെന്ന് ചോദിച്ചാൽ ചേട്ടാ പരസ്യമാകട്ടെ എന്ന് പറയും. എന്നാൽ ഇച്ചിരി ഇച്ചിരി ചോറ് തരാമെന്ന് ചോദിച്ചാൽ പറയും ചേട്ടാ പരസ്യമാകട്ടെ എന്ന് പറയും. അപ്പോൾ രാത്രി കിടക്കാൻ നേരം എന്തെങ്കിലും മിണ്ടിയും തോണ്ടിയും പറഞ്ഞാൽ അവൾ പറയും ചേട്ടാ പരസ്യമാകട്ടെ എന്ന് പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പരസ്യമാക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഉപകാരം ചെയ്യുന്ന ഒരു മടിയുമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ. ഞാൻ ഒരുപാട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെറിയ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കട്ടപ്പന ഒരു സ്കൂൾ ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയി. അതൊരു ചെറിയ സ്കൂളായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു പ്രചോദനം നമ്മുടെ സ്കൂളിനൊരു ബാത്റൂമില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞൊരു സ്പോൺസർ
പ്രൊഫസറോട് പറഞ്ഞു നമ്മുടെ സ്കൂളിന് ഒരു ടോയ്ലറ്റ് പണി കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അമേരിക്കയിൽ എൻ്റെ സുഹൃത്തുക്കളായ പലരോടും പറഞ്ഞു. അവർ സാമ്പത്തിക സഹായം നൽകി ആ സ്കൂളിന് ഒരു നല്ലൊരു ടോയ്ലറ്റ് പണി കഴിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ വെച്ചൊരു മീറ്റിങ്ങിന് ഈ ടീച്ചറിനെ കണ്ടു. ടീച്ചർ എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷവതിയായി. ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ടീച്ചർ എന്നെ പുകഴ്ത്തി പറഞ്ഞു, പ്രജോ എന്ന് പറഞ്ഞ ഒരു കോമഡി കലാകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു മനസ്സ് അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ സ്കൂളിനൊരു ബാത്റൂം അദ്ദേഹം പണി കഴിപ്പിച്ചു തന്നു. സത്യം പറയാം, ഇപ്പോൾ ആ കക്കൂസ് കാണുമ്പോൾ എനിക്ക് പ്രജോദിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. അന്നതോടുകൂടി ഉപകാരങ്ങൾ ഉപദ്രവമായി മാറും എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ മാറ്റിവെച്ചു. ഏതായാലും കൊള്ളാം, നമ്മുടെ കേരളത്തിൽ, മനോഹരമായ കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷൻ നമ്മുടെ ഏറ്റവും അധികം വിവാദമായിട്ടുള്ളത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി മോഡി പങ്കെടുത്ത ഒരു വേദിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ മോഡി പങ്കെടുത്ത വേദിയിൽ താങ്കൾ പങ്കെടുക്കാത്തത് എന്താണ്? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഈ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത വേദിയിൽ ഞാൻ പങ്കെടുക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അതായത് മോഡി പങ്കെടുത്ത വേദിയിൽ മോഡിയെ കാണുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ മോഡി മോഡി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നെ കാണുമ്പോഴോ ആൾക്കാരെല്ലാം കൂടെ സി ഡി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഈ ചെന്നൈ എംബസിയിലൊക്കെ കഴിഞ്ഞിട്ടൊരു യാത്രയിൽ നമ്മുടെ AK ആന്റണി സാറിനെ കണ്ടപ്പോൾ സാറ് ചോദിച്ചു, നിങ്ങൾ ട്രൂപ്പായിട്ട് അവിടെ പോവുകയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ അമേരിക്കയിൽ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഈ അമേരിക്കക്കാർക്ക് സത്യം പറഞ്ഞാൽ ഈ സ്പോർട്സിനോട് ഭയങ്കര അവഗണനയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതിനാ സാറേ? അതായത് നമ്മുടെയൊക്കെ ഒരു ഗെയിം ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലൊരു ഗെയിം വെച്ച് കഴിഞ്ഞാൽ അതിന് പേരിടുന്നത് ഇൻ്റർനാഷണൽ ഗെയിം എന്നായിരിക്കും, അതുപോലെ IPL എന്നൊക്കെ ആയിരിക്കും. അമേരിക്കയിൽ ഈ അടുത്തൊരു ഫുട്ബോൾ മത്സരം നടത്തി, അതിനവർ പേരിട്ടിരിക്കുന്നത് കോപ്പ അമേരിക്ക എന്ന്. ഈ അമേരിക്കയ്ക്ക് ഇത് കോപ്പാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇത് എന്തായിരിക്കും? അപ്പോൾ പേരിടുന്നതിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള അവജ്ഞകളാണ് കാണിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ ചാർലിയുടെ അവാർഡിനായിട്ടില്ലേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വന്നെങ്കിൽ, കാര്യം സിനിമയിൽ ഒരുപാട് പേര് പാടുന്നുണ്ട്, ഇപ്പോൾ ദുൽഖർ പാടുന്നുണ്ട്, എല്ലാവരും പാടുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. രാഷ്ട്രീയക്കാരും ഇതിലേക്കൊന്ന് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരും വളരെ മനോഹരമായിട്ട് പാടും. ഞാൻ ഈ രാഷ്ട്രീയക്കാരെല്ലാം ഒരു പാട്ടിലൂടെ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ നമ്മുടെ അച്യുതാനന്ദ സാറുണ്ട്, കരുണാകരൻ സാറുണ്ട്, EK നായനാർ സഖാവുണ്ട്, ഉമ്മൻചാണ്ടി സാറുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ഒരു പാട്ട് പാടുകയാണ്. ഇതിൽ SMS അല്ല, നിങ്ങളുടെ കയ്യടിയാണ് ആവശ്യം. തുടങ്ങാം. ഓക്കെ, പൊളിക്കാം. പ്രേമമെന്നാൽ എന്താണ് ചാണ്ടി? അത് കരളിനുള്ളിലെത്തിയാണ് ചാണ്ടി. പ്രേമമെന്നാൽ എന്താണ് ചാണ്ടി? അത് കരളിനുള്ളിലെത്തിയാണ് ചാണ്ടി. പ്രേമമെന്നാൽ എന്താണ് ചാണ്ടി? അത് കരളിനുള്ളിലെത്തിയാണ് ചാണ്ടി. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും പോകൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും പോകൂല. ചങ്കു പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും വെറും ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരകേറിയല്ലേ സുന്ദരി പെണ്ണേ. ചെമ്പരത്തി ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുമ്പോൾ പിന്നെ ഈ നാട്ടിൽ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുമ്പോൾ പിന്നെ ഈ നാട്ടിൽ ശശിയാകും ശശാങ്കനാകും. പ്രേമമെന്നാൽ എന്താണ് ചാണ്ടി? അത് കരുത എന്നൊരു തീയാണ് ചാണ്ടി. അത് സരിത എന്നൊരു തീയാണ് ചാണ്ടി. ഇനി നമ്മുടെ കരുണാകരൻ സാർ വരുന്നുണ്ട്. ഇദ്ദേഹം ഇനി എന്തൊക്കെയാണോ പാടാൻ പോകുന്നത് ദൈവത്തിനറിയാം. ഹോ ഹോ ഷാരൂഖ് ഖാനെ പോലെ ഗ്ലാമർ ഉണ്ടാകുമ്പോൾ ആദ്യം കാണും നേരം പെണ്ണൊന്നു പ്രേമിക്കും. ഷാരൂഖ് ഖാന്റെ കയ്യിൽ കാശില്ലെന്ന എന്ന അന്തക്കാനോടൊപ്പം ഓടിപ്പോകും. ഷാരൂഖ് ഖാനെ പോലെ ഗ്ലാമർ ഉണ്ടാകുമ്പോൾ ആദ്യം കാണും നേരം പെണ്ണൊന്നു പ്രേമിക്കും. ഷാരൂഖ് ഖാന്റെ കയ്യിൽ കാശില്ലെന്ന എന്ന അന്തക്കാനോടൊപ്പം ഓടിപ്പോകും. കാശുണ്ടെങ്കിൽ ഉടനെ കാമുകനാക്കും, കാശില്ലെങ്കിൽ ഉടനെ ഞങ്ങളയാക്കും. പല്ലുപോയ കിളവനാണെങ്കിൽ പോലും
പൊണ്ണു കണ്ട ചില പെണ്ണുങ്ങൾ വീഴും. വേലിമ ചാരി നിൽക്കും ഇലചെന്ന് മുള്ളുമ്മ വീണെന്നാലും ആ ഇലചെന്ന് മുള്ളിന്റെ പേരിൽ വീടന കേസു കൊടുക്കുന്നതെന്തട്ടി സുന്ദരി പെണ്ണേ. വെളിമേലെ ഇരുന്ന പാമ്പും കോടതി കയറും. നിന്റെ ജാതകവും ജീവിതവും കോഞ്ഞാട്ടയാകും. വെളിമേലെ ഇരുന്ന പാമ്പും കോടതി കയറും. പിന്നെ ജാതകവും ജീവിതവും കോഞ്ഞാട്ടയാകും. അങ്ങനെ വേലിമേലിരുന്ന സരിത എടുത്ത് എവിടെയോ വെച്ച ചാണ്ടിയുടെ ജീവിതം വെറും കോഞ്ഞാട്ടയായി. ഇനിയിപ്പം അടുത്തതായിട്ട് ഞാനിവിടെ അനുകരിക്കുന്നത് കാര്യം ഒരുപാട് വേദിയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയിൽ നിന്നും യാത്ര പിരിഞ്ഞു പോയ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം ഞാനിവിടെ അനുകരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവൻ മണി. വൈകുച്ചാണ്ട് പാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കുഞ്ചി പറയാറില്ലേ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. താങ്ക് യു. Yeah.